Stories of marketing in touch with positive people. പവർ ഓഫ് റീറ്റെയിലർ 63ാമത്തെ ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമസ്കാരം, ഞാൻ ജയകൃഷ്ണൻ. ആ ഷോപ്പിലേക്ക് പണം വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു. ഈ വന്നു ചേരുന്ന പണം ഒരു പരിധി കഴിഞ്ഞാൽ ഈ റീറ്റെയിലർക്ക് തോന്നാൻ തുടങ്ങരുത്, ഇത് എങ്ങനെയെങ്കിലൊക്കെ ചെലവഴിച്ച് കളയണം, കുറച്ചൊക്കെ ആർഭാടമാകാം. എപ്പോഴും ചിന്തിക്കേണ്ടത് അങ്ങനെ ചിന്തിക്കാത്തവരാണ് ഏകദേശം 80% റീറ്റെയിലറും. അവർക്ക് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഒരു സിസ്റ്റം ഉണ്ടാകും. എങ്കിലും ഈ സിസ്റ്റത്തിൽ വരാത്ത, അങ്ങനെ പ്രശ്നങ്ങളിൽ വന്ന് പെട്ടുപോയ 1-2 എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു ചെറിയ എപ്പിസോഡ് ചെയ്യാമെന്ന് കരുതുന്നു. ഒരു അവബോധം, ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ടുള്ള ഒരു അവബോധം ഉറപ്പായിട്ടും ഒരു റീറ്റെയിൽ ഷോപ്പുകാരന് ഉണ്ടായിരിക്കേണ്ടത് വളരെ ആവശ്യമായ ഘടകം തന്നെയാണ്. ഒരു റീറ്റെയിലർക്ക് ആ ഷോപ്പിലേക്ക് ഫണ്ട് വന്ന്, അക്കൗണ്ടിലേക്കും ക്യാഷായിട്ടും ഫണ്ട് വന്ന് ചേരുമ്പോൾ അയാൾ ചെയ്യേണ്ടത് പേയ്മെന്റ്, ആ ഫണ്ട് ഞാൻ കൊടുക്കാനുള്ള, ഞാൻ പർച്ചേസ് ചെയ്യുന്ന എൻ്റെ പർച്ചേസർക്ക്, ഡിസ്ട്രിബ്യൂട്ടർക്ക് അല്ലെങ്കിൽ സപ്ലയർക്ക്, കമ്പനിക്ക് കൊടുക്കാനുള്ളവർക്ക് കൊടുക്കേണ്ട പണമാണ്. ആ ഒരു ബോധം, ആ ഒരു അവയർനെസ് എപ്പോഴും ഒരു റീറ്റെയിലർക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ 1-ാം തീയതി തന്നെ എൻ്റെ സ്റ്റാഫുകൾക്ക് ശമ്പളം എനിക്ക് കൊടുക്കണം, എൻ്റെ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കണം, അതുപോലെ സൺഡ്രി ആയിട്ട് തന്നെ എക്സ്പെൻസുകൾ കൃത്യമായിട്ട് എനിക്ക് കൊടുക്കണം ഒരു മാസം. ആ ഒരു ചിന്ത എപ്പോഴും ഉണ്ടായിരിക്കണം. ഞാൻ പേയ്മെന്റ് കൊടുക്കേണ്ട പാർട്ടികൾക്ക് കൃത്യമായിട്ട് പേയ്മെന്റ് എനിക്ക് കൊടുക്കാൻ സാധിക്കണം. അങ്ങനെ പേയ്മെന്റ് കൊടുക്കാൻ ഡിലേ വന്നാൽ എൻ്റെ ഷോപ്പിന്റെ കാറ്റഗറി, ഈ കമ്പനിയാണെങ്കിലും ഡിസ്ട്രിബ്യൂട്ടർ ആയാലും, അത് ഡീഗ്രേഡ് ചെയ്യപ്പെടുകയും എനിക്ക് പ്രോഡക്റ്റുകൾ, വിൽക്കാനുള്ള പ്രോഡക്റ്റുകൾ സപ്ലൈ ചെയ്യുന്ന സിസ്റ്റത്തിൽ അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും സപ്ലൈ ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വന്നേക്കാം. അപ്പോൾ വന്നു ചേരുന്ന ഫണ്ട് അനാവശ്യമായിട്ട്, ആഡംബരപരമായിട്ട്, അധികമായിട്ട് ഉപയോഗിക്കാതിരിക്കുക. കാറ് വാങ്ങിക്കുക, നമ്മുടെ ഉള്ള ഫണ്ട് മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് വീട് വയ്ക്കാൻ നോക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒരു സിസ്റ്റം ഉണ്ടായിരിക്കണം. ഒരു മാസത്തെ എക്സ്പെൻസ് എനിക്ക് എത്ര വരുന്നുണ്ട്, ആ എക്സ്പെൻസ് ആ മാസം ഫസ്റ്റിൽ തന്നെ മാറ്റി വെച്ച് വേണം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. എത്ര പേയ്മെന്റ് സപ്ലൈസിന് എത്ര കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഞാൻ അതനുസരിച്ച് പർച്ചേസ് കുറച്ച ശേഷം മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. ഒരു കാരണവശാലും ഫണ്ട് എടുത്ത് ദുരുപയോഗം ചെയ്യാതെ വളരെയധികം സിസ്റ്റമാറ്റിക്കായിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഒരു ചെറിയ കഥ പറയാം. ഒരു റീറ്റെയിലർക്ക് അധികം ഫണ്ട് വന്നു. അപ്പോൾ ഈ പൈസ ഇങ്ങനെ കുറെ അധികം വന്നപ്പോൾ ഇത് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പണം ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണല്ലോ. അപ്പൊ ഇതൊന്നും നോക്കാതെ, ഒരു സിസ്റ്റം അദ്ദേഹം ഫോളോ ചെയ്യാതെ, വീട്ടുകാരുടെ നിർബന്ധപ്രകാരം ആ ഫണ്ട് മുഴുവൻ എടുത്ത് ഒരു നല്ല വീട് വയ്ക്കാമെന്ന് വിചാരിച്ച് ഒരു 19 ലക്ഷത്തിന്റെ ഒരു വീട് വെച്ചു. അത് ഈ റീറ്റെയിൽ ഷോപ്പിന്റെ കൊടുക്കാനുള്ളവരുടെ എല്ലാവരെയും ഫണ്ട് എടുത്ത് മറച്ചിട്ട് വക മാറ്റി അത് ചെലവഴിച്ചു കൊണ്ടിരുന്നു. അവസാനം ഉണ്ടായ സംഭവം, വീട് പണി ഫിനിഷ് ചെയ്യാൻ സാധിച്ചില്ല, അതിന് വേറെ ലോൺ എടുക്കേണ്ടി വന്നു. പിന്നെ ആ വ്യക്തിയുടെ മക്കള് പഠിച്ചിരുന്ന നല്ല സ്കൂളുകൾ പഠിച്ചിരുന്നു. ആ സ്കൂളുകളിൽ നിന്നും തന്നെ ഫീസ് അടയ്ക്കാൻ പറ്റാതെ വന്ന് ലാസ്റ്റ് ആയപ്പോഴേക്കും അത് കുടിശ്ശികയായി വന്ന് ഇഷ്യൂ ആയി. ആ സ്കൂളിൽ നിന്നും വേറെ ഒരു സ്കൂളിലേക്ക് അടുത്ത അധ്യയന വർഷം മാറ്റേണ്ടി വന്നു. കൊടുക്കേണ്ട കസ്റ്റമേഴ്സിന് പേയ്മെന്റ് കൊടുക്കാൻ സാധിക്കാത്ത വന്നതുകൊണ്ട് സപ്ലൈ സ്റ്റോപ്പായി. ഷോപ്പിന്റെ പ്രവർത്തനം ഏകദേശം നിലച്ചതുപോലെയായി. കാരണം വളരെയധികം കൃത്യമായിട്ട് പേയ്മെന്റ് കൊടുക്കുന്ന ഒരു റീറ്റെയിലർ ആണെങ്കിലും വർഷങ്ങളോളം റീറ്റെയിലർ കൃത്യമായിട്ട് പേയ്മെന്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്.
ഈ സപ്ലൈയുടെ മനസ്സിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം അധികം ഫണ്ട് പെൻഡിങ് വന്നാൽ പിന്നെ അവർ സപ്ലൈ ചെയ്യില്ല. അപ്പൊ നിങ്ങൾ അത്രയും കാലം ഉണ്ടാക്കിയ എല്ലാം അവിടെ നഷ്ടപ്പെടുകയായി, പിന്നെ വിശ്വസിക്കാതെയായി. ചിലപ്പോൾ നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രോബ്ലം, ഒരു പ്രശ്നം കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ഇഷ്യൂയിലേക്ക് നമ്മൾ വന്ന് ചാടുന്നത്. പക്ഷെ അത് അവർ വിശ്വസിക്കാൻ തയ്യാറായെന്ന് വരില്ല. അത് കമ്പനി ആയാലും ഡിസ്ട്രിബ്യൂട്ടർ ആയാലും സപ്ലയർ ഏത് ആൾക്കാരായാലും അവർ വിശ്വസിക്കാൻ തയ്യാറാകില്ല. അപ്പോൾ അത് എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്ത് തരിക എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിലായിരിക്കും നിൽക്കുന്നത്. ഒരു പരിധിവരെ നിങ്ങളെന്ന വ്യക്തി വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് അത്യാവശ്യമായി എന്തെങ്കിലും പർച്ചേസിനോ മറ്റുള്ള ഫർണിച്ചർ വാങ്ങിക്കാനോ എന്ത് കമ്പനിയുടെ നമ്മുടെ ഷോപ്പിന്റെ ഗ്രോത്തിനായാലും ഷോപ്പിന്റെ വേറൊരു ബ്രാഞ്ച് തുടങ്ങണ കാര്യത്തിലായാലും പാർട്ടിക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കേണ്ട ഫണ്ട് എടുത്ത് ചെയ്യാതെ അതിൽ നിന്ന് മാർജിൻ പ്രോഫിറ്റ് കിട്ടുമ്പോൾ ആ പ്രോഫിറ്റിൽ നിന്നും എടുക്കുകയും അല്ലെങ്കിൽ ലോൺ പോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എടുത്ത് വളരെ കൃത്യമായിട്ട് നമുക്ക് അടച്ചു തീർക്കാൻ പറ്റും എന്ന് ഉറപ്പുവരുന്ന ലോൺ പോലുള്ള കാര്യങ്ങൾ എടുത്ത് അത് ചെയ്യുകയും ചെയ്താൽ കുറച്ചുകൂടി ഉചിതമാകും. അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ ആ ഷോപ്പിന്റെ പ്രവർത്തനം തന്നെ വളരെയധികം പ്രശ്നത്തിലേക്ക് വന്നു. ഒരു വീട് പണി, വീട്ടിലുള്ള ഭാര്യയോ മറ്റ് കുടുംബാംഗങ്ങളോ പറയുന്നത് കേട്ട് ഒരു വീട് ഒരു മനുഷ്യന് ഏറ്റവും അത്യാവശ്യ കാര്യമാണ്, അത് ഉണ്ടാക്കുക തന്നെ ചെയ്യണം. പക്ഷെ ഉണ്ടാക്കുന്ന സിസ്റ്റം എങ്ങനെ ഉണ്ടാക്കണം, ഒരു നല്ല വീട് എന്നുള്ള കാര്യത്തിൽ ഒരു റീറ്റെയിൽ ഷോപ്പിലേക്ക് വരുന്ന ഫണ്ട് മുഴുവൻ എടുത്ത് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ വേറെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് നമുക്ക് റിട്ടേൺ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ അത് നോക്കി വളരെ സാവകാശം പ്രോഫിറ്റ് കിട്ടുന്നതനുസരിച്ച് മാത്രം ഒരു വലിയ ബിഗ്ഗസ്റ്റ് ഒരു എ ക്ലാസ് ഷോപ്പ് ആണെങ്കിൽ പോലും ആ പ്രോഫിറ്റിൽ നിന്നും ഒരു ചെറിയ പെർസെൻറ്റേജ് മാറ്റി നമ്മുടെ കസ്റ്റമേഴ്സിന്, ഒരു റീറ്റെയിൽ ഷോപ്പുകാരൻ്റെ കസ്റ്റമർ എന്ന് പറയുന്ന സപ്ലയർ, ഡിസ്ട്രിബ്യൂട്ടർ, കമ്പനി, അങ്ങനെയുള്ളവർക്കൊക്കെ കൃത്യമായിട്ട് പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ട് വേണം. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു റീറ്റെയിലർ അഭിമുഖീകരിക്കുന്ന പ്രശ്നം നിരവധിയാണ്. ചിലപ്പോൾ വളരെയധികം ആൾക്കാർ ക്രെഡിറ്റ് ആയിട്ട് പ്രോഡക്റ്റ് കൊണ്ടുപോകും. ഇതിൻ്റെ ഫണ്ടൊക്കെ വരാതെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യം ചെയ്യാൻ പറ്റില്ല. ആ ഫണ്ട് കളക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ, കളക്റ്റബിൾ ഫണ്ട്, കൃത്യമായിട്ട് ഫണ്ട് നമുക്ക് കിട്ടണം. മാർക്കറ്റിൽ നിന്നും കൊടുത്തിരിക്കുന്ന ഫണ്ട് കൃത്യമായിട്ട് കിട്ടേണ്ടതുണ്ട്. ആ ഫണ്ട് വാങ്ങിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിൽ നിൽക്കുമ്പോൾ ഷോപ്പിലേക്ക് വരുന്ന ഫുൾ പേയ്മെൻ്റ് എടുത്ത് ഫണ്ട് എടുത്ത് അങ്ങനെയുള്ള കാര്യം ചെയ്യാതിരിക്കുന്നതാണ് കുറച്ച് ബെറ്ററായി നിങ്ങളുടെ ആക്ടിവിറ്റി, ഷോപ്പിൻ്റെ ആക്ടിവിറ്റി മുന്നോട്ട് കൊണ്ടുപോകാൻ അത് ഏറ്റവും നന്നായിരിക്കും. പറഞ്ഞു വയ്ക്കാൻ ശ്രമിച്ച കാര്യം, ഒരു റീറ്റെയിൽ ഷോപ്പുകാരൻ ഫണ്ട് ഷോപ്പിലേക്ക് ഒഴുകുന്നത് കണ്ട് അത് ആ ഫണ്ട് നിങ്ങളുടേതല്ല. ബിസിനസ് എന്ന് പറയുന്നത് ഒരു സർക്കിളാണ്. ഫണ്ട് വരും, അത് പോകും, ഫണ്ട് വരും, അത് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു സർക്കിൾ, ഇങ്ങനെ അത് സർക്കിൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സർക്കിളിനെ സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയിൽ ആ സർക്കിളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫണ്ട് മുഴുവൻ എടുത്തു മാറ്റിയാൽ അതിനകത്ത് വേറൊന്നും ഉണ്ടാവില്ല, വെറുതെ കറങ്ങിക്കൊണ്ടിരിക്കുകയുള്ളൂ, എം ടി ആയിരിക്കും. അങ്ങനെ എം ടി ആവുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് തന്നെ നിൽക്കുമ്പോൾ നിങ്ങൾ വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. ഇനി ജീവിക്കണോ എന്ന് തോന്നിപ്പോകും. അത്രമാത്രം കടങ്ങൾ വന്ന് കയറും. വീട് വെച്ചതിൻ്റെ കടം വേറെ, ഷോപ്പ് നന്നായിട്ട് പ്രവർത്തിക്കുന്നില്ല അതിൻ്റെ പ്രശ്നങ്ങൾ, ഫണ്ട് വരുന്നില്ല അതിൻ്റെ പ്രശ്നങ്ങൾ, ഇനി എന്തിനു മുന്നോട്ട് പോകണം, ഇനി എന്തിനു ജീവിക്കണം എന്ന് വരെ ചിന്തിക്കുന്ന അവസ്ഥയിലേക്കും പലരും പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് അത് വളരെയധികം കൃത്യമായിട്ട്, വളരെ ആക്യുറേറ്റായിട്ട് ചെയ്യാൻ സാധിക്കണം. അതുമായി ബന്ധപ്പെട്ട് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്ന കൺസൾട്ടൻസികൾ, അല്ലെങ്കിൽ അതിൻ്റെ ഉപദേശം തേടാൻ സാധിക്കുന്ന, അത് നിങ്ങളുടെ ഷോപ്പായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എക്സ്പീരിയൻസ് ആയ വ്യക്തികളോ അല്ലെങ്കിൽ നല്ലൊരു ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റിനെ കണ്ട് കൃത്യമായ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഒരു റീറ്റെയിൽ ഷോപ്പുകാരന് ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ വരുന്ന ഫണ്ട് കൃത്യമായിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് അത് ചെലവഴിച്ച് കളയുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ഏറ്റവും വേണ്ടത് സമാധാനമാണ്.
പല ഇനി ഞാൻ എന്തിന് ജീവിക്കുന്നു എന്ന് വരെ ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഒരു റീറ്റെയിൽ ഷോപ്പുകാരൻ ഒരിക്കലും എടുത്തു ചാടരുത്. അങ്ങനെ എടുത്തു ചാടുന്ന അവസ്ഥ നിങ്ങൾക്ക് വരുന്നത് ഈ ഫണ്ട് മാനേജ്മെന്റിലെ പ്രശ്നം കൊണ്ടായിരിക്കാം. ഒരിക്കലും അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ജീവിതത്തെ നമ്മൾ പോരാടി വിജയിക്കണം. എന്ത് പ്രശ്നങ്ങളും എന്ത് ഇഷ്യൂകളും വന്നാലും നമ്മൾ ധൈര്യപൂർവ്വം കുടുംബത്തിൻ്റെ സപ്പോർട്ട് കൂടി നമുക്ക് ഉണ്ടെങ്കിൽ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി, കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുന്ന വ്യക്തികളാണെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞ് കൃത്യമായി അവരെ മനസ്സിലാക്കി ഒന്നിച്ച് നിൽക്കണം. ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് വീട്ടിൽ ഷെയർ ചെയ്ത്, ഇങ്ങനെ ഒരു പ്രശ്നത്തിലുണ്ട് എന്നുള്ളത് ഷെയർ ചെയ്ത്, നിങ്ങൾ അല്ലാതെ ഒറ്റയ്ക്ക് ഇനി മുന്നോട്ട് ഉള്ള ജീവിതം വേണ്ട എന്ന് തീരുമാനിക്കാതെ പിടിച്ചു നിൽക്കാൻ പറ്റണം. സാമ്പത്തിക കാര്യങ്ങൾ വളരെയധികം കൺട്രോൾ ചെയ്തുകൊണ്ട്, അനാവശ്യമായി ചെലവഴിക്കുന്ന കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് നിങ്ങൾക്ക് ഉയരാൻ സാധിക്കട്ടെ. അനാവശ്യമായി ഫണ്ട് ദുരുപയോഗം ചെയ്യാതെ വളരെ മുന്നേറ്റത്തോടു കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ റീറ്റെയിൽ ഷോപ്പുകളെ മാനേജ് ചെയ്യാൻ പറ്റട്ടെ, സ്റ്റാഫുകളെ മാനേജ് ചെയ്യാൻ പറ്റട്ടെ, നിങ്ങൾ ഉയരങ്ങളിലേക്ക് വരട്ടെ, പുതിയ ബ്രാഞ്ചുകൾ ആരംഭിക്കാൻ പറ്റട്ടെ. ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ സക്സസ്.